ഹലോ, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നിതാ ചെറിയ വിഷുവാണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ എഴുന്നേറ്റ് ഇതാ മുറ്റമൊക്കെ ഒന്ന് അടിച്ചു വാരണം. നമ്മളെ പുതിയ വീട്ടിലെ ആദ്യത്തെ വിഷുവാണ്. അപ്പോൾ ഇതപ്പോൾ വയറൊക്കെ കൂടിയോടെ തന്നെ മുറ്റടിക്കാനൊക്കെ ഒരു പ്രയാസമുണ്ട്. എന്നാലും രാവിലെ ഒന്ന് അടിച്ചു വാരണം തോന്നി. അപ്പോൾ ഇതാ മുറ്റത്ത് കുറച്ച് പടകൊക്കെ പൊട്ടിച്ചതിൻ്റെതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ചു വാരിയിടാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഹാപ്പി വിഷു. അപ്പോൾ ഇന്ന് ചെറിയ വിഷുവാണ്. അപ്പോൾ ഇന്ന് കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ മുറ്റടിക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ അകത്തേക്ക് കയറി റൂമൊക്കെ ഒന്ന് അടിച്ചു വാരി ഇട്ടിട്ടുണ്ട്. പിന്നെ തുടയ്ക്കലൊക്കെ കഴിഞ്ഞ് അപ്പോൾ നമ്മളെ വീടിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ ഞാൻ പിന്നീട് ഒരു വീഡിയോയിൽ കാണിക്കട്ടോ. ഒക്കെ ഒന്ന് സെറ്റായിട്ട് ഇനിയും സെറ്റായിട്ട് വരാനുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ്. പിന്നെ അത് മാത്രമല്ല ഇപ്പോഴത്തെ കുറച്ച് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അതാ ഞാൻ റൂമൊക്കെ ഒന്ന് അടിച്ചു വാരി തുടച്ചിട്ടുണ്ട്. പിന്നെ നമ്മളെ ഡൈനിങ് ഏരിയ ആണ്. അപ്പോൾ അവിടെയും കൂടി ഒന്ന് തുടച്ചിടാണ് കേട്ടോ. രാവിലെ തന്നെ ഈ ജോലികൾ അങ്ങോട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം പണികൾ അങ്ങോട്ട് കഴിയുമല്ലോ. അപ്പോൾ എല്ലാം കൂടെ എനിക്ക് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഒരുമിച്ച് എടുക്കാനും പറ്റില്ല. അപ്പോൾ 7-ാം മാസം കഴിയാറായി. അപ്പോൾ മെല്ലെ മെല്ലെ മെല്ലെയാണ് കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ പിന്നെ ഇതാ ശ്രീമോളെ കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ സഹായിച്ചു തരലുണ്ട്. ഞാൻ അടിച്ചു വാരി കൊടുത്തിട്ടുണ്ട്. ശ്രീമോളാണ് തുടച്ചിട്ട് തരിക. അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞു വേണ്ട, ഞാൻ തന്നെ തുടച്ചോളാം എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതാ എനിക്ക് കുറേ സംസാരിക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ട്. ഈ ഒരു പ്രഗ്നൻസീൻ്റെ സമയത്ത് ഭയങ്കരമായിട്ടുള്ള കിതപ്പ് വരുമല്ലോ. അപ്പോൾ അത് ഭയങ്കരമായിട്ടുള്ളൊരു ബുദ്ധിമുട്ട് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ രാവിലെ ഈ അടിയും തൊടയും കുളിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ലല്ലോ. അപ്പോൾ ഞാൻ വേഗം പോയി തുടയ്ക്കലൊക്കെ കഴിഞ്ഞ് ഇതാ കുളിച്ച് വന്നിട്ടുണ്ട്. അപ്പോഴേക്കിതാ ശ്രീമോൾ എഴുന്നേറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ വേഗം തന്നെ ഇനിയിപ്പോൾ ഉച്ചയ്ക്കുള്ള ഭക്ഷണമാണ് ഉണ്ടാക്കുന്നത്. രാവിലത്തെ ഞാൻ സിമ്പിളായിട്ട് ഉണ്ടാക്കിയിട്ടേ ഉള്ളൂ. അപ്പോൾ ഉച്ചയ്ക്കുള്ള കാര്യങ്ങളൊക്കെ നോക്കുകയാണ്. അപ്പോൾ ഇന്നിപ്പോൾ അങ്ങനെ ഒന്നും പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കുന്നില്ല. ആദ്യം തന്നെ ഇതാ പപ്പടമൊക്കെ കാച്ചിയെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ ഈ മറ്റേ ഓപ്പൺ കിച്ചൺ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഈ കിച്ചൺ ടൂറൊക്കെ ഞാൻ പിന്നീട് ഒരു ദിവസം ഒക്കെ ഒന്ന് ഒതുക്കി വെച്ചിട്ടൊക്കെ കാണിക്കാം കേട്ടോ. പിന്നെ ഇതിൻ്റെ ചിമ്മിണി വെച്ചുകൊണ്ട് തന്നെ സ്മെല്ലും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പം പിന്നെ ബാക്കി കുറച്ച് ചിക്കൻ ഞാൻ മസാല തേച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്ന കൂട്ടുകാരെങ്കിൽ ഒന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതാ ഞാൻ ചിക്കനൊക്കെ ഒന്ന് വറുത്ത് വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ള പാത്രങ്ങൾ അപ്പം തന്നെ അങ്ങോട്ട് കഴുകി വെക്കുന്നുണ്ട്. എല്ലാം കൂടി ആകുമ്പോൾ എനിക്ക് കഴുകി എടുക്കാനും ബുദ്ധിമുട്ടാണ്. കുറേ ആകുമ്പം വേറെ ആരും ഇല്ലല്ലോ എനിക്ക് സഹായത്തിന്. ശ്രീമോളുണ്ട്, പിന്നെ അടുത്ത വീട്ടിലെ കുട്ടികളൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ അടുത്തടുത്ത് വീടുകളുമാണ്. അപ്പോൾ നമുക്ക് എന്ത് സഹായത്തിന് വിളിച്ചാലും എല്ലാ ആൾക്കാരും ഉണ്ട്. അതുകൊണ്ട് പിന്നെ പ്രശ്നമില്ല. പക്ഷെ എന്നാലും എന്നെക്കൊണ്ട് പറ്റും പോലെയൊക്കെ ഞാൻ ഒറ്റയ്ക്ക് എന്നെ കൊണ്ട് ചെയ്യും. അങ്ങനെ കുറച്ച് പുളി ഉണ്ടായിരുന്നു ഉണ്ടാക്കി വെച്ചിട്ട്. അപ്പോൾ പുളി ഞാനൊന്ന് ചൂടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ നമ്മൾ വാഷിംഗ് മെഷീൻ ഇപ്പോൾ കിച്ചണിൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഒന്നാമത്തെ മേലേക്ക് കയറാൻ വയ്യ, എപ്പോഴെപ്പോഴും കയറി ഇറങ്ങി കളിക്കേണ്ട. അപ്പോൾ അതുകൊണ്ട് പിന്നെ അത് ഉപ്പേരി ഉണ്ട്, പുളിയുണ്ട്, ചിക്കൻ വറുത്തുണ്ട്, ചെമ്മീൻ കറി, ചോറൊക്കെയാണ് ഇന്നത്തെ ഫുഡ്. അപ്പോൾ അങ്ങനെ ഞാനും ഇതാ മോളും ഏട്ടനൊക്കെ ഫുഡ് കഴിച്ച് പിന്നെ വൈകുന്നേരം ആയപ്പോൾ ഇത് അച്ഛൻ വന്ന്. അച്ഛൻ കുറേ പടക്കമൊക്കെ ആയിട്ടാണ് വന്നത്. അപ്പോൾ കുട്ടികളെല്ലാവരും കൂടെ നിന്ന് വീടിൻ്റെ അടുത്തുള്ള കുട്ടികളാണ് പടമൊക്കെ പിന്നെ പൊട്ടിക്കാൻ കേട്ടോ. അപ്പോൾ അച്ഛനും രസം ഇവരൊക്കെ പൊട്ടിക്കുമ്പോൾ കണ്ടിരിക്കാനും ഒക്കെ ഒരു രസം. അപ്പം അച്ഛൻ വൈകുന്നേരം ഇങ്ങനെ മോള് വിളിച്ചപ്പം കൊണ്ട് പോകുന്നതാണ് കേട്ടോ. അച്ഛപ്പോൾ ഇവിടെ നിൽക്കില്ല. അച്ഛൻ ഒറ്റയ്ക്ക് കക്കോടി തന്നെയാണ് നിൽക്കൽ, ഞങ്ങളെ വീട്ടിൽ തന്നെയാണ് നിൽക്കൽ. അച്ഛൻ അവിടെ നിന്നാലേ ശരിയാവുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവിടെ നിൽക്കുക. അപ്പം ഞാനും എന്നെ നിർബന്ധിച്ചപ്പോൾ ഞാനും ഇതൊരു 2 കമ്പിത്തിരി എടുത്തിട്ട് കത്തിക്കുന്നുണ്ട്. അപ്പോൾ കുട്ടികളെ കൂടിയല്ലൊക്കെ ഒരു രസമല്ലേ. അപ്പോൾ അങ്ങനെ ഇതാ അവരെ കൂടെ കുറച്ച് സമയമൊക്കെ ഒന്ന് കളിക്കുകയൊക്കെ ചെയ്തു. ഇവിടേക്ക് എത്തിയാൽ നമുക്ക് അവിടെ നമ്മളെ വീടിൻ്റെ അടുത്ത് ആരും അങ്ങനെ അടുത്തൊന്നും വീടുകളില്ലല്ലോ. നമ്മളെ താത്തൻ്റെ ആ വീട് മാത്രമല്ലാതെ ഇപ്പോൾ ഇവിടെ ആകുമ്പോൾ കുറേ അടുത്ത് വീടുകളുണ്ട്, കുറേ കുട്ടികളുണ്ട്, ശ്രമമൊക്കെ കളിക്കാനും ഒക്കെ ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം ഞാൻ നെയ്യപ്പത്തിന് ഉച്ചയ്ക്ക് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ചുട്ടെടുക്കുകയാണ് കേട്ടോ. രാത്രി ഒരു 9 മണി 9:30 ആയിട്ടുണ്ടാവും കേട്ടോ പിന്നെ ഉണ്ടാക്കുന്ന സമയത്ത്. അപ്പോഴേക്ക് ഇത് എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ നെയ്യപ്പം ഉണ്ടാക്കിയെടുക്കുകയാണ്. നല്ല നെയ്യപ്പമായിരുന്നു കേട്ടോ, നല്ല അടിപൊളി നെയ്യപ്പമാണ്. പെട്ടെന്ന് തന്നെ ആ മാവ് ഒഴിച്ചപ്പോൾ തന്നെ പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ട്. നല്ല സൂപ്പർ നെയ്യപ്പമാണ് കേട്ടോ. അപ്പോൾ ഞാൻ അടുത്തുള്ളവർക്കും കൊടുക്കേണ്ടിയിരുന്നു. അപ്പോൾ അതുകൊണ്ട് കുറച്ച് കൂടുതൽ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് സമയം അത് ഉണ്ടാക്കി പിന്നെ ഒരു പണി ചെയ്ത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ അടുത്ത പണി ചെയ്യാനൊന്നും പറ്റില്ല. അപ്പോഴത്തെ അവസ്ഥയൊക്കെ അങ്ങനെയാണ്. അപ്പോൾ അങ്ങനത്തെ നെയ്യപ്പൊക്കെ അവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് കണി വെക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഇനിയിപ്പോൾ നാളെ രാവിലത്തെ കണി കാണാം കേട്ടോ. അപ്പോൾ എൻ്റെ പുതിയ വീട്ടിലെ കണി ഇതാണ് കേട്ടോ. ഞാൻ ഇങ്ങനെയൊക്കെയാണ് ഒരുക്കിയത്. പിന്നെ ഉച്ചക്കത്തെ സദ്യയും ഇങ്ങനെയൊക്കെയാണ്. എല്ലാം കൂടെ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റാത്ത കൊണ്ടാണ്
ഇങ്ങനെയൊക്കെ കാണിക്കാൻ പറ്റുന്നത്. അപ്പോൾ അച്ഛൻ വന്നിട്ടുണ്ട്. അച്ഛൻ എന്താ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ട്. ശ്രീമോളും ഇതാ ഏട്ടനും ഫുഡൊക്കെ കഴിക്കുകയാണ്. പിന്നെ ഞങ്ങൾ വൈകുന്നേരം ആയ സമയത്ത് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഫോട്ടോസും കൂടി ഞാൻ ഇതിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അപ്പോൾ ഈ ഒരു ചെറിയൊരു വ്ളോഗാണ് കേട്ടോ.